വേണ്ട കേട്ടാ, അവളങ്ങനെ പലതും പറയും. കണ്ടാ ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും എക്സൈറ്റഡ് സർപ്രൈസ് ആവുന്നു. പേടിച്ചു പോയി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിപ്പോൾ എണീച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഇന്ന് ബ്രഷ് ചെയ്യണം, ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഇന്ന് നെയ്ച്ചോറും കോഴിക്കറി ആക്കാമെന്ന് വിചാരിക്കുന്നത്. കുറേ ദിവസമായി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്, പക്ഷെ എപ്പോഴും സമയം കിട്ടലില്ല. എന്തെങ്കിലും കാരണത്തിൽ മാറിപ്പോലുണ്ട്. അപ്പോൾ തോന്നുന്നു ഇന്ന് നെയ്ച്ചോറും കോഴിക്കറി ആക്കാമെന്ന്. എൻ്റെ നെയ്ച്ചോറും കോഴിക്കറിയുടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വെച്ചത് നെയ്ച്ചോറും കോഴിക്കറി ആക്കാമെന്ന്. അപ്പോൾ മനോട്ടം പോയി സാധനം മേടിക്കും. ആദ്യം അതിന് മുന്നേ നമുക്ക് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. ചായക്ക് തോന്നുന്നു റവ ഉപ്മാവ് ഉണ്ടാക്കാൻ തോന്നുന്നു. അതാകുമ്പോൾ പെട്ടെന്നാവും. ഇപ്പം തന്നെ സമയം 10 മണിയായി. അമ്മുമില്ല, അമ്മു ക്ലാസ്സിന് പോയിട്ടുണ്ട്. മാധു എണീച്ചിട്ടാണ്, മനോട്ടൻ ഇപ്പോൾ എണീച്ചിട്ട് വരും. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഇതിനെ ബ്രഷ് ചെയ്യാം. കേസപ്പിന് ചായക്ക് നമുക്ക് റവ ഉണ്ടാക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ചു. എന്നിട്ട് മനുവേട്ടൻ ഇപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ പോയി സൂപ്പർ മാർക്കറ്റിലേക്ക്. ഞാൻ പോയിട്ടാണ്, കാരണം ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് എന്തെങ്കിലും കട്ട് ചെയ്യാനോ എന്തെല്ലാം ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ തേങ്ങ ചിരകി വെക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പോയിട്ടാണ്. മാധു എണീച്ചു, ബ്രഷ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ വരും. പിന്നെ 12 മണി വരെയാണ് അമ്മുവിന് ക്ലാസ്. ഞാൻ ഓള് വരുന്നതിന് മുന്നേ ആക്കണം എന്ന് വിചാരിച്ചിന്, പക്ഷേ നടന്നില്ല. കാരണം അപ്പോൾക്ക് മനുവേട്ടന് ചെറിയൊരു പണിയുണ്ടായി. അപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റായി. പക്ഷെ അവളെന്തായാലും സർപ്രൈസ് ആവും ഇന്ന് നെയ്ച്ചോറ് കോഴിക്കറി എന്ന് പറയുമ്പോൾ. ഒക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര സർപ്രൈസ് ആവലുണ്ട്. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും കോഴിക്കറി എന്ന് പറയുമ്പോൾ നല്ല സർപ്രൈസ് ആവും. ഞാൻ പറ്റിയ വീഡിയോ എടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ പണിയായിട്ട് തുടങ്ങാം. നെയ്ച്ചോറും ചിക്കൻ കറി ആക്കുന്നത് ആക്ച്വലി വലിയ പണിയല്ല. നല്ല ചിക്കൻ വൃത്തിയാക്കുന്നതാണ് ഒരു പണി. ഞാൻ ചിക്കൻ വൃത്തിയാക്കിയില്ല, മനോട്ടം വൃത്തിയാക്കി തരും. എനിക്കത് മാത്രം നടക്കുന്നില്ല. മീൻ പിന്നെയും ഞാൻ കഴുകും, പക്ഷേ ചിക്കൻ കഴുകുന്നത് എനിക്കൊന്നും സെറ്റാകുന്നില്ല, റെഡിയാകുന്നില്ല. മനോട്ടനാണെങ്കിൽ നല്ല വൃത്തിയിൽ സമയമെടുത്ത് നമുക്ക് കണ്ണും പൂട്ടി കഴിക്കാം. അതുപോലെ മനോട്ടൻ കഴുകി തരും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത്. ഇന്ന് പറ്റിയാലൊന്ന് വൈകുന്നേരം എൻ്റെ കസിൻ ഉണ്ട് അച്ചു. ഓനിപ്പോൾ ജോലിക്ക് കയറിയിട്ട് 1 മന്ത് ആവാൻ പോകുന്നു. ഇല്ല 1 മന്ത് അല്ല, 2 to 3 വീക്സ് ആവാൻ പോകുന്നു. അപ്പോൾ ഓനൊന്ന് കാണാൻ പോകണമെന്നുണ്ട്. ജബ്ലലിയിലാണ്, നോക്കട്ടെ. ഇത് ഞാനിട്ടു എന്തായാലും. ഗൈസ്, മാളു ഉച്ചയുറക്കത്തിലല്ല. മുഖമെല്ലാം കണ്ട ഉറക്കി എണീച്ച പോലെ തന്നെ ഉണ്ട് ആള്. ഗൈസ്, അപ്പോൾ മാധു എണീച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗൈസ്, അപ്പോൾ മാധു എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. മാധു എന്നെ ഹെൽപ്പ് ചെയ്യും അല്ലേ? അവള് നീരുള്ളി മുറിച്ച്. മാധു ഇന്നെന്ത് ലഞ്ചിന് എന്താണെന്ന് അറിയോ? അല്ല, എന്തായിരിക്കും? മീൻ വാങ്ങിക്കുന്ന അല്ല, വേറെ എന്തായിരിക്കും?
ചിക്കനും യെസ് കണ്ടാ ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും എക്സൈറ്റഡ് സർപ്രൈസ് ആവുന്നു. അപ്പൊ നമുക്ക് ഓരോരോ പണിയായിട്ട് തുടങ്ങാം. നമുക്ക് ഇന്ന് ചെറിയ തേങ്ങയും വാങ്ങിക്കാൻ കിട്ടും, പിന്നെ ഇതുപോലത്തെയും കിട്ടും. നമ്മൾ രണ്ടും വാങ്ങിക്കാറുണ്ട്. ഓഫർ ഉണ്ടാകുന്ന സമയത്ത് ഇത് വാങ്ങിക്കും, അല്ലെങ്കിൽ മറ്റേ വാങ്ങിക്കും. അത്യാവശ്യം എക്സ്പെൻസീവ് ആണല്ലേ. അപ്പൊ ഇതാകുമ്പോ ചേരണം, മറ്റേതാകുമ്പോ പണിയില്ല, സിമ്പിളാണ്. ഇത് ഞാൻ എന്താക്കല് വെച്ചെങ്കിലേ പൊട്ടിച്ചിട്ട് കുറച്ച് അധികം ഒന്നിച്ച് എല്ലാം ചെരുകി വെക്കും. അപ്പൊ പിന്നെ നമുക്ക് പണിയില്ല വലിയ. ഇതിപ്പോ ചെരുകി വെച്ചതെല്ലാം തീർന്നു. അപ്പൊ നമ്മൾ ചിക്കൻ ഗ്രേവി പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് പൊട്ടിക്കാം. മാധൂര് പൊട്ടിക്കാൻ പറ്റുമോ ഇങ്ങനെ? അന്നെ 5-6 തവണ അടിച്ചാൽ പൊട്ടിക്കാം. വെള്ളമുള്ളതായിരുന്നു ഭാഗ്യം. അമ്മയില്ലാത്തോണ്ട് 2 ഷെയർ മതി. നമുക്കിനി തേങ്ങ ചേരാം. നമ്മളെടുത്തില്ല ചേരാപ്പില്ല. അപ്പൊ നമുക്ക് അങ്ങനെ തേങ്ങ ചിരകി കഴിഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് വന്നു നമുക്ക് പോയിട്ട് കൂട്ടിയിട്ട് തരാം. എന്തെല്ലാം ഇല്ല. ഞാനപ്പോൾ തേങ്ങ വറുത്തരച്ചൊരു കറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള തേങ്ങ ചിരകി വെച്ച്, ഇത്ര തേങ്ങ ആവശ്യമില്ല, ബാക്കിയെല്ലാം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇനി നമുക്ക് ആദ്യം തേങ്ങ വറുക്കണം. തേങ്ങ നമ്മളെ മസാലയിൽ ഇട്ടിട്ട് വറുത്തെടുക്കണം. എന്നിട്ട് നമ്മളത് അരച്ച് വെക്കാം. അപ്പോഴേക്ക് മുന്നോട്ട് ചിക്കൻ കഴുകി തരും. ഓക്കെ ഗൈസ്, അമ്മു വന്നു. നമുക്ക് അമ്മുവിൻ്റെ ഇത് നോക്കാം. ഒരക്കോട് പോകുന്നുണ്ടായിരുന്നില്ലേ? കറക്റ്റ് നമ്മളക്കോട് കുറവെന്ന് തോന്നി എനിക്ക്. മൈൻഡൊക്കെ അത് പോയേ. ഞാൻ ആലോചിച്ചു പോകാൻ വഴിയില്ലല്ലോ. ഇന്നത്തെ കോസ്റ്റ്യൂം നല്ല രസമുണ്ടല്ലോ. പൈസ കൊടുത്ത് വാങ്ങിയ അതെ അതെ ഗൈസ്, പാൻറ്റും എൻ്റെതല്ലേ അല്ല. എനിക്കിന്നൊരു സർപ്രൈസ് ഉണ്ട്. എന്തായിരിക്കും? യെസ്, ഇതിനേക്കാളും എക്സൈറ്റ്മെന്റ് മാധുരാണ്. ഞാനാണെങ്കിൽ തള്ളി മറത്തിന്. ഞാനില്ലേ ഇന്നലെ ഇങ്ങനെ നടന്നുകൊണ്ടിരുമ്പോ ഇന്ന് നെയ്ച്ചോറായിരിക്കും വിചാരിച്ചത്. ഇന്ന് എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഐ എം എക്സൈറ്റഡ് ബിക്കോസ് ഐ എം വെരി ഹംഗ്രി. ആകോ ഇപ്പൊ 1 hour. ഗൈസ്, മാള് വിളിക്കുകയാണ്. സൗമ്യ എടുക്കുകയാണ്. യെസ്, എടുത്താ ഷേ ഗൈസ്, മാള് വിളിക്കുകയാണ്. ചിക്കൻ കറി തിളക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട കാര്യം നമ്മുടെ നെയ്ച്ചോറും ഇവിടെ തിളക്കുന്നുണ്ട്. അധികം അത്ര കണ്ടാൽ വെക്കാൻ പറ്റില്ല. മാധു പാത്രം മാധു ഒരുപാട് പാത്രങ്ങൾ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് തേച്ച് കഴുകാനുള്ള പാത്രങ്ങളാണ്. മാധു, ഹൗ യു ഫീൽ? മാധു, ഹൗ യു ഫീൽ? ഓക്കെ, നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ എല്ലാം സെറ്റ് ആക്കിയിട്ട് വീണ്ടും ബാക്കി പാത്രം നെയ്ച്ചോറും ചിക്കൻ കറിന്റെ തന്നെ സെപ്പറേറ്റ് ഞാൻ വ്ളോഗ് ഇടാം. അതുകൊണ്ട് ഞാൻ എന്റെ കുക്കിങ്ങിന്റെ വേറൊന്നും എടുത്തു. ബാക്കി ഒന്ന് പാത്രം കഴുകട്ടെ ഗൈസ്. ഇനി നമുക്ക് അധികം പണിയൊന്നുമില്ല. ഇത് ചിക്കൻ കറി തിളച്ച് കുറച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ചോറ് വെന്ത് കഴിഞ്ഞെങ്കിൽ പിന്നെ അതിലേക്ക് നമുക്ക് ഇടാനില്ലേ ഇത് നീരുള്ളിയും കിസ്മിസ് എല്ലാം ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം, അതിലിടണം. ക്ലാസ്. പിന്നെ നമ്മുടെ സലാഡ് ഓൾറെഡി റെഡി. യെസ്, ഓക്കെ. ഇനി ഫുഡ് കഴിക്കുമ്പോൾ കാണാം. ബൈ. നമ്മളെ നെയ്ച്ചോറ് റെഡിയായി ആൻഡ് നമ്മളെ ചിക്കൻ കറിയും റെഡിയായി. നോ, നെയ്ച്ചോറ് എങ്ങനെയുണ്ടെന്ന് മാധു ടേസ്റ്റ് ചെയ്തിട്ട് പറയും. അത് പിന്നെ പറയാനില്ല, സൂപ്പർ സാധനം കഴിക്കും. വേറൊരു കാര്യം, എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ തൊട്ട് എല്ലാം തിന്നും. സൂപ്പർ സാധനമാണ്. മനുവേട്ടൻ ഇപ്പൊ കൈ കഴുകിയിട്ട് വരും. അമ്മയും കൈ കഴുകാൻ പറ്റുന്നുണ്ട്. അതുവരെ കാത്തിക്കഴിഞ്ഞ ഒരു ക്ഷമ ഞങ്ങൾ ഉണ്ടാക്കൂല. തുടങ്ങി. അപ്പൊ കഴിച്ചിട്ട് കാണാം. ബൈ ബൈ. മനുവേട്ട എങ്ങനെ ഉണ്ടായിന് നെയ്ച്ചോറും കറി? നല്ല ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ് ഉറക്കം വരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മ പോയിട്ടൊന്ന് ഉറങ്ങിയിട്ട് കാണാം. ഒന്ന് ഉറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇപ്പം സമയം എത്രയാണ് കേട്ടാ? 6:45.
നല്ല ഉറക്കമായിരുന്നു. നമുക്കൊന്നൊരു 4 മണിക്കായിരിക്കും ഉറങ്ങിയത്. ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് സമയം ഫോൺ നോക്കിനേ, ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കുറച്ച് സമയം ഫോൺ നോക്കി. അത് കഴിഞ്ഞിട്ടായിരിക്കും ഉറങ്ങിയത്. ഒരു 4 മണി ആയിട്ടുണ്ടാവും. 6:30, 6:45 വരെ എൻ്റെ അമ്മേ നല്ല ഉറക്കമായിരുന്നു. സ്വപ്നമെല്ലാം കണ്ടിട്ടില്ല, നല്ല ഉറക്കം. ഇപ്പം അങ്ങനെ ഞാൻ എണീച്ചു, മനോഹരൻ എണീച്ചു, അമ്മ എണീച്ചു. ഇനി നമുക്കൊരു ഗ്ലാസ് ചായ കുടിക്കാം. എത്ര മണിക്ക് ഉറങ്ങിയേ? 3:30. ഞാൻ 4 മണി. 3:30. 3:15. 3 മണിക്ക് പോയി കിടന്നു. 3:15, 3:30. ഇപ്പൊ വേക്കപ്പ് 6:45. അവള് കുറേ സമയം നടക്കുന്നെല്ലാം ഉണ്ടായിരുന്നല്ലോ മാധു. നമ്മൾ ചായ വെച്ചു. എവിടെ ചായ വെച്ചു. അമ്മൂൻ്റെ സ്പെഷ്യൽ ചായ. ചായ ഇങ്ങനെയാണ് നമ്മള് ടേസ്റ്റ് കൂട്ടുന്നത്. എന്താണ്, യൂട്യൂബിലല്ല, ഇൻസ്റ്റയിലെ ഒരു റീൽസ് കണ്ടു. യെസ്. അപ്പം ചായ കുടിച്ചിട്ട് കാണാം. നമ്മളങ്ങനെ ആമിച്ചൂൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നു. പക്ഷെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. എന്താക്കാൻ പറ്റുമോ ഇപ്പോൾ, മറന്നുപോയില്ലേ. ഇപ്പോൾ തിരിച്ചു വന്ന് ഞാൻ ഡ്രസ്സ് മാറ്റി, മാധു കുളിച്ചു. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ കുളിച്ചിട്ട് കിടക്കുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. അതെ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്ത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്ത്. വേണ്ട കേട്ടോ, അവളങ്ങനെ പലതും പറയും. ഓക്കെ ഗൈസ്, ബൈ.